ഹലോ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്താ പരിപാടി? ആങ്ങളെ കൊടുന്ന പെട്ടി അങ്ങോട്ട് പൊളിക്കുകയാണ് അല്ലേ? അപ്പോൾ രാത്രി കേട്ടോ, അന്ന് ഇന്നലത്തെ വീഡിയോ ഇല്ലേ, അതിൻ്റെ ബാക്കി ഞാൻ ഇന്ന് പറഞ്ഞില്ലേ ഞാൻ, അപ്പോൾ അത് ഉൾപ്പെടുത്തിയതാണ് കേട്ടോ. അപ്പോൾ എന്നോട് പറഞ്ഞു ഉപ്പ ഞാൻ മുറിക്കണമെന്ന്. അപ്പോൾ എനിക്ക് അറിയണില്ല ഇത് എങ്ങനെ, അവനക്ക് തന്നെ അറിയുള്ളത്. അവൻ ചിറ്റി കെട്ടിയതൊക്കെയാണ്, മറ്റേ ഇൻസ്റ്റേറ്റ് ടൈപ്പൊക്കെ ഇട്ട് ആകെ ചിറ്റിയതൊക്കെ അവൻ തന്നെയാണ്. അപ്പോൾ ഉണ്ണിക്ക് തന്നെ അറിയുള്ളത് എങ്ങനെ തുറക്കാന്നൊക്കെ. അപ്പോൾ ഞാൻ എനിക്ക് അറിയില്ല ഉപ്പ, അവനെ കൊണ്ട് തന്നെ തുറപ്പിക്കുക പറഞ്ഞിട്ട് ഉണ്ണിയുടെ കയ്യിൽ കൊടുത്തുവിട്ടെ കത്തിയൊക്കെ. അപ്പോൾ അവൻ സിമ്പിളായിട്ട് തുറന്നു. അപ്പോൾ എന്താ, കുറച്ച് പിള്ളേർക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്ന് ഫോൺ വിളിച്ചാലും പൈസ പറയും മാമ വാച്ച് കൊണ്ടുവരുമോ എന്നിങ്ങനെ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വാച്ച് കൊണ്ടിട്ടുണ്ട്. പൈസയ്ക്ക് ഫോൺ വാച്ച് ഉണ്ട്, ഉണ്ണിമോൾക്ക് അതേ ഫോൺ വാച്ച് ഒക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാഷാ അല്ലാ സന്തോഷമായി. ആദ്യമായിട്ടാവും പോയിട്ട്, ആദ്യമായിട്ടാട്ടാ അങ്ങനെ ഒരു അനുഭവം സത്യമായിട്ടും. അപ്പോൾ 2-3 പൊതുപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അവന്. അവനെ ഇക്ക് ഷംനാക്ക് പിന്നെ ഉപ്പാക്കും ഉമ്മാക്കൊക്കെ ആയിട്ട് 3 പൊതുപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ 3 അളിയന്മാർക്ക്, അല്ല 2 അളിയന്മാർക്ക് ഡ്രിമ്മർ ഉണ്ട്, വാച്ച് ഉണ്ട്. ഉപ്പാക്ക് ഡ്രിമ്മർ കൊടുത്തിട്ടുണ്ട്. പിന്നെ വല്യമ്മക്ക് ഉമ്മയുടെ ഉമ്മാക്ക് ഫർദ കൊടുത്തിട്ടുണ്ട്. ഉമ്മാക്ക് ഒരു ഫർദ കൊടുക്കുന്നുണ്ട്. പിന്നെ ഉമ്മാക്ക് ഒരു സംഭവം കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് കാണാം, വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. പിന്നെ എൻ്റെ ഉപ്പാക്ക് ഒരു സംഭവം കൊടുത്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ വീഡിയോയിൽ നിങ്ങൾ എല്ലാം കാണാം. അപ്പോൾ പൈസയ്ക്ക് കൊടുക്കുന്ന വാച്ചാണ് കേട്ടോ, ഫോൺ വാച്ച്. പലതരം പട്ടകളൊക്കെ ഉണ്ട്. അപ്പോൾ പൈസയ്ക്ക് സന്തോഷമായിട്ടുണ്ട്. മിയമോൾക്ക് എന്തൊരു ബൊമ്മ കൊടുത്തിട്ടുണ്ട് അവള്. പിന്നെ ബനിയനോള് കൊടുക്കുന്നുണ്ട്. അത് കളിയന്മാർക്ക് കൊടുക്കുന്നത് തന്നെയാണ് കേട്ടോ അവന്. അപ്പോൾ അസിക്ക് പിന്നെ മറ്റേ പട്ടവാച്ച് ഇഷ്ടമല്ല, ഇക്കാക്ക് പിന്നെ പട്ടവാച്ചാട്ടോ ഇഷ്ടം. അങ്ങനെ എല്ലാവർക്കും ഇഷ്ടമുള്ളതൊക്കെ അവൻ കൊടുത്തിട്ടുണ്ട്. മാഷാ അല്ലാ. ഉമ്മാക്ക് കൊടുന്നത് നോക്കി നോക്കി നിങ്ങൾ, കമ്മൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൻ സർപ്രൈസ് ആയിട്ടാണ് ഉമ്മാക്ക് അത് കൊടുന്നേക്കണത്. അപ്പോൾ അടിപൊളി ഡിസൈനാട്ടോ. ഞങ്ങൾക്കൊക്കെ നല്ല ഇഷ്ടമായി, ഉമ്മാക്ക് നല്ല ഇഷ്ടമായി. ഉമ്മ ആദ്യമേ ഈ ജിംക്കി കമ്മൽ തന്നെ ഉപയോഗിക്കാറ്. അപ്പോൾ ഉമ്മ അങ്ങനെ പറയാറുണ്ട്, ജിംക്കി കമ്മൽ മാറ്റണം, എന്നിട്ട് വേറെ വല്ല മോഡലൊക്കെ എടുക്കണം എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അവൻ ഉമ്മാക്ക് കമ്മൽ കൊടുന്നു, ഉപ്പാക്ക് ഫോൺ മേടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പാക്ക് സന്തോഷമായി, ഉമ്മാക്ക് കമ്മൽ കൊടുന്നപ്പോഴേ. അപ്പോൾ ഉമ്മ പറയുക അതൊന്ന് ഇട്ടാട്ടിടേ എന്നൊക്കെ പറയുകയാണേ. അപ്പോൾ ഞാനൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഉമ്മാക്ക്. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ട്, നല്ല മോഡൽ കമ്മലായിരിക്കണം. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഉപ്പാക്ക് അതേ കമ്മലൊക്കെ നല്ല ഇഷ്ടമായിട്ട്, ഫോണും ഇഷ്ടമായി. അപ്പോൾ എല്ലാവർക്കും സന്തോഷമായിട്ടുണ്ട്. എന്താ പറയുക, ആദ്യമായിട്ട് ഇങ്ങനെ സത്യം പറഞ്ഞാണ്ടല്ലോ, ആരും ഇങ്ങനെ ഗൾഫിൽ പോയിട്ടൊന്നും ഞങ്ങൾക്ക് അങ്ങനെ തന്നിട്ടൊന്നുമില്ല. റബ്ബാണ് സത്യം. എനിക്കൊന്നും അങ്ങനെ ആരും തന്നിട്ടൊന്നുമില്ല, ഞങ്ങൾക്ക് ആർക്കും തന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇവൻ പോയിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ അത്യാവശ്യം ഇങ്ങനെ സാധനങ്ങൾ എൻ്റെ അനിയൻ്റെക്ക് നിന്ന് കിട്ടുന്നത് കേട്ടോ. അതിൻ്റെ ഒരു സന്തോഷം. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. എത്ര പഠിച്ചവനോട് നന്ദി പറഞ്ഞാലും തീരില്ല കേട്ടോ. ഞങ്ങളൊക്കെ ഇത്രയും വരെ എത്താൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഉപ്പ ഞങ്ങളെ നോക്കി ഉണ്ടാക്കാനൊക്കെ ഒരുപാട്, എല്ലാ മക്കളേനെയും എല്ലാവരും എൻ്റെ കാര്യം പറയുകയാണ്, എല്ലാവരെയും നോക്കി ഉണ്ടാക്കാനൊക്കെ മാതാപിതാക്കളൊക്കെ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. പക്ഷേ നമ്മുടെ അനുഭവം പറയുകയാണ്, ഒരുപാട് പരിഹാസങ്ങളും കളിയാക്കലും ഒക്കെ നമ്മൾ നേരിട്ടിട്ടാണ് ഇത്രയും വരെ എത്തിയത്. അങ്ങനെ അള്ളാട് നന്ദി പറയുക, എത്ര നന്ദി പറഞ്ഞാലും തീരില്ല കേട്ടോ ഗൈസ്. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ രാവിലത്തെ വിശേഷം കേട്ടോ. അവൻ ഇന്നലെ ഒരുപാട് നേരം വൈകിട്ടാണ് കിടന്നുറങ്ങിയിരിക്കുന്നത്. പെട്ടെന്ന് അങ്ങോട്ട് മാറിയിട്ടേ അവന് അവിടുന്ന് ഒരുപാട് നല്ല ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ ഉണ്ണിക്ക് അവിടെ. അപ്പോൾ അവരെന്നൊക്കെ വിട്ടു പോകുന്നപ്പോഴേ ഭയങ്കര വിഷമവും ഒക്കെ ഉണ്ടായിരുന്നു, അവരെ മിസ്സിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് നേരം കഴിഞ്ഞിട്ടൊക്കെ കിടന്ന് ഉറങ്ങിയത്. അവിടുത്തെ സമയം ഇവിടുത്തെ സമയമൊക്കെ ഒരു വ്യത്യാസം ഉണ്ടല്ലോ. അപ്പം അങ്ങനെ കുറേയൊക്കെ കഴിഞ്ഞ് അവ ഉറങ്ങി. എപ്പോഴാണ് നീച്ചിട്ടാ 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നീച്ചിട്ട് എല്ലാവരും കൂടി ചായ കുടിക്കാം. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ ചായ കുടിച്ചിട്ട് കുറേ ആയിട്ടുണ്ട്, 1.5 കൊല്ലത്തോളമായി. അപ്പോൾ അവൻ തന്ന സാധനങ്ങളൊക്കെയാണ് കേട്ടോ, ഇക്കാക്ക് കൊടുത്ത വാച്ചും പിന്നെ പൈസയ്ക്ക് കൊടുത്തതും ഒക്കെ ഒന്ന് കാട്ടിത്തരുക. സോപ്പ്, ക്രീം, സ്പ്രേ കുപ്പി, അങ്ങനെയുള്ള സംഭവങ്ങൾ ഇക്ക് തന്ന പോലെ തന്നെ അവൾക്ക് ഷംനാക്കും കൊടുത്തിട്ടുണ്ട്, ഒക്കെ തന്നിട്ടുണ്ട് കേട്ടോ. ഒന്നും അങ്ങോട്ട് കുറവ് വരുത്തിയിട്ടില്ല. അവൻ വിളിക്കുമ്പോൾ ചോദിക്കും താത്താക്ക് എന്താ വേണ്ടതെന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് അറിയില്ല, ഈ എന്താ വെച്ചാൽ മേടിച്ചോളാം, ഒരു കുഴപ്പമില്ല, ഈ ഇഷ്ടമുള്ളത് മേടിച്ചോ, ഒന്നും തന്നില്ലെങ്കിലും വേണ്ടില്ല,
ഈ ഇങ്ങോട്ട് വന്നാൽ മതി എന്നൊക്കെ ഞാൻ അങ്ങനെ പറയൂട്ടാ. എന്ത് മേടിച്ചാലും സന്തോഷത്തോടെ താത്താർ സ്വീകരിക്കും പറയൂട്ടാ. അപ്പം ഇന്നെ വിളിക്കുക, ഇന്നെ കുഞ്ഞാത്ത, ഞാൻ പറഞ്ഞില്ലേ ഇന്നെ എന്താ പറയുക വലിയാത്ത, അവളെന്നെ കുഞ്ഞാത്ത എന്നൊക്കെ വിളിക്കുക. അവളെന്നെ മിക്കതും കുഞ്ഞാത്ത വിളിക്കൂട്ടെ. ഇന്നെ താത്താന്ന് വിളിക്കുള്ളൂ, തോന്നണം വലിയാത്താന്ന് വിളിക്കാനായിട്ടാ. അപ്പം അവൻ തന്ന ടോപ്പാണ് കേട്ടോ. അവൻ ടോപ്പ് എടുത്തിട്ടുണ്ട്, എനിക്ക് കൊടുത്തിട്ടുണ്ട്, ഷംനാക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം എനിക്ക് തന്നതാണിത്. പിന്നെ കുട്ടികൾക്ക് ഒക്കെ എന്താ ബനിയനും പൈസയ്ക്ക് എന്താ തൊപ്പിയും ബനിയനൊക്കെ കൂടിയിട്ടുള്ളത് മേടിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അവൻ്റെ കഴിവിൻ്റെ പരമാവധിയൊക്കെ വാങ്ങിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് സന്തോഷമായിട്ടാണ്. പിന്നെ എന്താ അവൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഷംന ഒന്ന് ഇട്ടിട്ട് കാണിച്ചു തരാം. അങ്ങനെ അവളുടെ ഡ്രസ്സ് ഇട്ട് നോക്കിയിട്ട് ഞാൻ കാണിച്ച, അവൾ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കാട്ടിത്തരാം അവൾ ഇട്ടത്. അപ്പോൾ സൈഡിലൊരു വള്ളിയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ എന്താ മോഡലൊക്കെ ഡ്രസ്സാന്നൊക്കെ പറയുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഡ്രസ്സൊന്ന് ഇട്ട് നോക്കി എങ്ങനെ ഉണ്ട് എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ഇടാം കേട്ടോ. അപ്പോൾ അവനെ അറിയണമൊന്നുമില്ല മേടിക്കാൻ, എന്നാലും ഇട്ട് കാട്ടി കൊടുത്തപ്പോൾ അവൻ പറഞ്ഞു നന്നായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ടല്ലോ. അപ്പോൾ നിനക്ക് മേടിക്കാനൊക്കെ അറിയാലോ നീ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അവൻ്റെ കൂടെ റൂമിലുള്ളവരൊക്കെ കൂടിയിട്ട് എല്ലാവരും കൂടി പോയി മേടിച്ചത്. അപ്പോൾ എല്ലാവരും കൂടി സെലക്ട് ചെയ്തിട്ടുണ്ട് ഇത്ര. അങ്ങനെ ചെറുതിന് വേണ്ടിയിട്ട് അവൻ സ്വിമ്മിംഗ് പൂളൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അവൾക്ക് വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമല്ലേ. പിന്നെ ബോൾ വാങ്ങിയിട്ടുണ്ട്. പിന്നെ അവൻ പോകുമ്പോൾ 40 കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ ചെറുതിൻ്റെ, മിയമോളുടെ. അപ്പോൾ വരുമ്പോൾ അവൾക്ക് ഇനിയിപ്പോൾ 2 വയസ്സാവാനാണ് പോകണം അടുത്ത മാസം തോന്നുന്നുണ്ട്. പിന്നെ പിള്ളേർക്ക് മേക്കപ്പ് സെറ്റ് കൊടുത്തിട്ടുണ്ട്. എന്താ ഒരു സ്വിച്ച് അമർത്തി കഴിഞ്ഞാൽ എല്ലാം അങ്ങോട്ട്, ഒരു ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഒക്കെ ഇങ്ങോട്ട് പോരുട്ടാ. അപ്പോൾ അതൊക്കെ അടിപൊളിയായിട്ടുണ്ട്. നല്ല മേടിച്ചതൊക്കെ നല്ല അടിപൊളി സാധനങ്ങൾ തന്നെയാണ് കേട്ടോ. ഒക്കെ നല്ല ഭംഗിയൊക്കെ ഉണ്ട് കാണാൻ. അപ്പോൾ കുട്ടികൾ പെണ്ണുങ്ങൾ കണ്ടില്ല നിൽക്കണ്. ഇനി അതൊക്കെ മേക്കപ്പ് ചെയ്യലും ചുണ്ടത്ത് വന്ന് ലിപ്സ്റ്റിക്ക് തേക്കലും ഭയങ്കര ഒരുക്കന്നെയായിരുന്നു കേട്ടോ ഇവരുടെ. അങ്ങനെ ഉമ്മ അവിടെ സാമ്പാർ വയ്ക്കുന്നുണ്ട്. അവന് ഇറച്ചിയൊന്നും വേണ്ട, സാമ്പാർ ഉപ്പേരി വേണം എന്നൊക്കെ മതി, അങ്ങനത്തൊക്കെ മതി എന്നൊക്കെ പറയും. അതൊക്കെ അത്ര വേണ്ടത്. അവിടെ എപ്പോഴും ഈ പൊറാട്ടയും ഇതൊക്കെ കഴിച്ചിട്ടേ, അപ്പോൾ ഉപ്പേരി സാമ്പാർ മുട്ട പൊരിച്ചതൊക്കെ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മ അതൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പണികളൊന്നും അങ്ങനെ കഴിഞ്ഞിട്ടില്ല. സാധനങ്ങളൊക്കെ ഓരോന്ന് ഒതുക്കലും ഓരോരുത്തർക്ക് കൊടുക്കാൻ ഇനിയും കൊടുക്കാനൊക്കെ ഉണ്ട്. കുഞ്ഞുമാർക്ക് കൊടുക്കണം, അമ്മായിക്ക് ഉപ്പാടെ വീട്ടിലേക്കൊക്കെ കൊടുക്കൊക്കെ വേണം കേട്ടോ. ഒക്കെ ഞങ്ങൾക്കൊക്കെ വേണം. പിന്നെ അത് അവർ പോണത് എങ്ങടെ വെച്ചിങ്ങനെ അവന് സിം എടുക്കണം, അതിന് വേണ്ടിയിട്ട് പോവാട്ടോ. അപ്പോൾ അളിയനും കൂടിയിട്ട് പോവുകയാണ്. അപ്പോൾ അവൻ എന്തോ ഒരു മുട്ടായിയൊക്കെ കൊടുത്തിട്ടുണ്ട്. താക്കോല് തുറന്നിട്ട് തുറക്കാനൊക്കെ ഒരു സംഭവം വേണം, മുട്ടായി തുറക്കാനൊരു താക്കോലൊക്കെ വേണം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ മുട്ടായി. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായ മുട്ടായി അതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇന്ന് കഴിച്ച് നോക്കി. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നതാട്ടോ ഞാൻ. അങ്ങനെ വൈകുന്നേരത്തെ വിശേഷമാണ് കേട്ടോ. ഇന്നത്തെ വൈകുന്നേരത്തെ വിശേഷമാണ്. ഇപ്പോൾ കടയൊക്കെ അടച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ കുളിക്കാനൊക്കെ നോക്കട്ടോ. അപ്പോൾ ഉമ്മ എന്താ അവിടെ ഇരിക്കുക, ഒരു സമയം കുറേ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവനൊന്നും ഇവിടെ ഇല്ല, അനിയത്തിയില്ല, അവരൊക്കെ തൃശ്ശൂർക്ക് എന്തോ ഒരു ആവശ്യത്തിന് പോയേക്കാണ്. അപ്പോൾ ചെറുത് ഇവിടെ ഉണ്ട്, ഇവിടെ അവിടെ ആക്കിയിട്ടേ പോയേക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് എന്താ പറയുക, അവരിവിടെ എന്താ കൊള്ളി വറവ് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് അവിടെ ഒക്കെ പരത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തട്ടിക്കളയട്ടെ ഞാൻ. മക്കൾ വന്നാൽ മുട്ടായി കഴിച്ചതിനൊരു കണക്കില്ല കേട്ടോ. ഇനി കാണാൻ എന്തൊക്കെ ഉണ്ടാകണാവോ, ഒരുപാട് മുട്ടായി കയറ്റിയിട്ടുണ്ട്. അങ്ങനെ എനിക്ക് ഇഷ്ടമായ മുട്ടായി അത് മാത്രമല്ല കേട്ടോ. ആ താക്കോല് തുറന്നിട്ടുള്ളൊരു മുട്ടായി അത് മാത്രം എനിക്ക് നല്ല ഇഷ്ടമായിരിക്കണം. അപ്പോൾ അവൻ പറഞ്ഞതൊന്ന് കഴിച്ചു നോക്ക് താത്ത പറഞ്ഞപ്പോൾ അത് തന്നെ കഴിച്ചപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടാണ്. അപ്പോൾ അവർ പുറത്ത് പോയിട്ടൊക്കെ വന്നു. അപ്പോൾ അവന് ഷർട്ടൊക്കെ ഇവിടെ വരുമ്പോൾ ഒന്നും കുറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ അവൻ വന്നിട്ട് ഡ്രസ്സൊക്കെ മേടിച്ചു, ഷർട്ട് വാങ്ങി. ഉപ്പതൊക്കെ ഓരോന്ന് ഇട്ട് നോക്കടാന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ണി ഇട്ട് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. അവൻ വരുമ്പോൾ അവിടുന്ന് ഡ്രസ്സൊന്നും കുറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് എടുക്കാൻ വെച്ചിട്ടേ, പിന്നെ ഇവിടെ ഉള്ള ഡ്രസ്സൊന്നും അവന് പറ്റണില്ല. അപ്പോൾ ഒക്കെ വാങ്ങി. അപ്പം ഉമ്മ ഒരു സീരിയൽ കാണുക. അപ്പം അവൻ പറയും അവനെ വെച്ചെങ്കിൽ സീരിയൽ കാണുന്നത് ഇഷ്ടമല്ല കേട്ടോ, മര്യാദയ്ക്ക് അത് മാറ്റിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മാനെ ചീത്ത പറയും. ഉമ്മ സീരിയൽ കാണുമ്പോൾ അവൻ ദേഷ്യപ്പെടും കേട്ടോ. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് ഈ മാറ്റിക്കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ളത് എന്താ വെച്ചാൽ വെച്ചോ എന്നൊക്കെ പറയാനേ. അപ്പോൾ എല്ലാവരും മാമ വന്നപ്പോൾ ഏത് ലേശം നേരം മാമാനെ കാണാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ. മാമ എന്താ വരാത്തത് പറഞ്ഞിട്ട് ഒരു സ്വൈര് തന്നിട്ടില്ല. ഇനിയിപ്പോൾ നാളെ ഞാൻ പോവുക, സ്കൂളും മദ്രസൊക്കെ കളഞ്ഞിട്ടാ ഞാൻ അങ്ങനെ നിൽക്കണത്. നാളെ ഞാൻ പോവാട്ടോ. നീ മാമാനെ കാണാണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കണേ ഞാൻ പിന്നെ ചീത്ത പറയണേ, താത്ത എന്ത് കാണിക്കണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എവിടേക്കാണ് പോകണമെന്ന് വെച്ചെങ്കിൽ മാമാടെ അടുത്തേക്ക് പോവാട്ടാ. മാമാടെ അടുത്തേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് പോവുകയാണ്. ഉമ്മയും പോകുന്നുണ്ട് കൂടെ. മാമാടെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ, വലിയ മാമാടെ വീട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെ തന്നെയാണ്. കുറച്ച് വിശേഷമായിട്ട് എടുത്തിട്ടുള്ളൂ.
അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുതിട്ടാ. ഇനി എന്താ ഇൻഷാ അല്ലാഹ് ഇനി നാളെ ഞാൻ വീട്ടിലേക്ക് പോവാണ്. ഇനി നമ്മുടെ വീട്ടിലത്തെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. ഇവനെ അങ്ങോട്ട് വരും, വീട്ടിലേക്കൊക്കെ വരും, ഉമ്മയ്ക്കൊക്കെ വരും. അപ്പോൾ കാണാം നമ്മുടെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ മുന്നോട്ട് പോവാം. അങ്ങനെ അവൻ്റെ കൂടെ പഠിച്ചവരൊക്കെ എൻ്റെ വീഡിയോ കാണുന്നുണ്ട് എനിക്ക് മനസ്സിലായിട്ടാ, കമൻ്റൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവനോട് ഞാൻ ചോദിച്ചു, ഉണ്ണി എനിക്ക് അറിയുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവനെ അങ്ങോട്ട് മനസ്സിലാവണില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യേ. വിശേഷങ്ങളൊക്കെ നമുക്ക് വീഡിയോയിലൊക്കെ കാണാം. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് കാണാം കേട്ടോ. ബായ്.